നമസ്കാരം. ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ? നേരിട്ട് കാണാൻ പലർക്കും ആഗ്രഹം ഉണ്ടാകും. പലരുടെയും ബക്കറ്റ് ലിസ്റ്റിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകും. അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ മാറ്റി വെക്കണ്ട, എത്രയും പെട്ടെന്ന് തന്നെ പോയി കണ്ടോളുക. കാരണം ഇപ്പൊ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു രൂപത്തിൽ നമുക്ക് താജ്മഹലിനെ ചിലപ്പോൾ കാണാൻ സാധിക്കും. കുറച്ചും കൂടി വൈകി പോയി കഴിഞ്ഞാൽ അത് കാണാൻ സാധിക്കണമെന്നില്ല. എന്റെ ബക്കറ്റ് ലിസ്റ്റിലും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. എന്നാണോ ഇനി പോകാൻ പറ്റുന്നത്? പോയി കഴിഞ്ഞാൽ അത് അതുപോലെ കാണാൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പൊ എന്റെ കൺസേൺ. നമ്മുടെ നമ്മുടെ രാജ്യത്ത് കുറെ പൊട്ടന്മാർ ഇറങ്ങിയിട്ടുണ്ടെന്നേ, എന്തു ചെയ്യാനാണെന്ന് പറ. ഇപ്പൊ താജ്മഹലിന്റെ മൂട് മാന്താനും വേണ്ടിയിട്ട് ഇപ്പൊ ആൾക്കാർ ഇറങ്ങിയേക്കാണ്. അതായത് നമ്മൾ ഈ കാണുന്ന താജ്മഹൽ അത് താജ്മഹൽ അല്ല. ഈ കാണുന്ന ഞാനല്ല എന്ന് സിനിമയിൽ പറഞ്ഞേക്കുന്ന പോലെ ആ താജ്മഹൽ താജ്മഹൽ അല്ല. അത് തേജോ മഹാലയ എന്ന് പറയുന്ന ഏതോ ഒരു പണ്ടുപുരാതന ശിവക്ഷേത്രമായിരുന്നു അത്രേ അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ താജ്മഹലിന്റെ മൂട് മാന്തി കണ്ടുപിടിച്ച് അതിനുള്ള ഒരു ഇത് പരിഹാരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട് കുറെ ആൾക്കാർ. ഏതായാലും നമുക്ക് ആ വാർത്തയൊന്ന് കണ്ടിട്ട് വരാം. താജ്മഹൽ യഥാർത്ഥത്തിൽ തേജോ മഹാലയ എന്നറിയപ്പെട്ടിരുന്ന ശിവക്ഷേത്രമായിരുന്നു എന്ന് കണ്ടെത്താൻ സ്മാരകത്തിനുള്ളിൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഉത്തരവിടണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ വിശദീകരണം തേടി അലഹബാദ് ഹൈക്കോടതി. കേന്ദ്ര സർക്കാരിനും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെയും വിശദീകരണമാണ് തേടിയിരിക്കുന്നത്. കാലങ്ങളായി തുടരുന്ന താജ്മഹൽ വിവാദം ഒരിക്കൽ കൂടി ഉന്നത നീതിപീഠത്തിന് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. താജ്മഹലിന്റെ ഉദ്ഭവത്തെക്കുറിച്ച് നിലനിൽക്കുന്ന അവകാശവാദങ്ങളിൽ വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ട് സമർപ്പിക്കപ്പെട്ട ഹർജിയിലാണ് അലഹാബാദ് ഹൈക്കോടതി ഇപ്പോൾ കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തോടും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോടും ഔദ്യോഗിക പ്രതികരണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. താജ്മഹലിന്റെ യഥാർത്ഥ ചരിത്രം പുറത്തുകൊണ്ടുവരാൻ വസ്തുതാന്വേഷണ സമിതിയെ നിയോഗിക്കണമെന്നാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. താജ്മഹലിന്റെ അടിത്തട്ടിലുള്ളതും ഇതുവരെ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാത്തതുമായ 22 മുറികൾ തുറന്നു പരിശോധിക്കണമെന്നാണ് ഹർജിയിൽ ശക്തമായി ആവശ്യപ്പെടുന്നത്. ഈ മുറികൾക്കുള്ളിൽ ഹൈന്ദവ ക്ഷേത്രങ്ങളുടേതിന് സമാനമായി ശില്പങ്ങളും ലിപികളും ചുവർച്ചിത്രങ്ങളും ഉണ്ടെന്നാണ് ഒരു വിഭാഗം വാദിക്കുന്നത്. മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ ഈ സ്മാരകം പണിയുന്നതിനു മുമ്പ് ഇവിടെ ഒരു ശിവക്ഷേത്രമായിരുന്നുവെന്ന് ചരിത്രകാരൻ PN ഓക്കിന്റെ തേജോ മഹാലയ സിദ്ധാന്തം മുൻനിർത്തിയാണ് ഹർജിയിലെ വാദങ്ങൾ. ശിവ എന്തൊക്കെ കണ്ടാ പറ്റും, എന്തൊക്കെ കേട്ടാ പറ്റും. ഒന്ന് കണ്ണു തുറക്കൂ. ഈ പൊട്ടന്മാരോടൊക്കെ എനിക്ക് പറയാനുള്ള ഒന്ന് കണ്ണു തുറക്കൂ. ഈ ലോകം എത്രത്തോളം പുരോഗമനത്തിലേക്ക് എത്തി എന്നുള്ളതൊന്ന് കണ്ണു തുറന്ന് നോക്കൂ. ലോകത്തെ ഫസ്റ്റ് പോപ്പുലേറ്റഡ് കൺട്രി, ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള രാജ്യം, ആ ഒരു ഇതിൽ നിന്ന് മോസ്റ്റ് ഡെവലപ്ഡ് കൺട്രി എന്നുള്ളൊരു ലേബൽ നമ്മുടെ രാജ്യത്തിന് വരണ്ടായോ? അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഈ ബൂർഷ്വാസ ചിന്താഗതികളൊക്കെ മാറ്റിയിട്ട് പുരോഗമനത്തെ പറ്റിയിട്ട് സംസാരിക്കുക. അല്ലാതെ ഈ പണ്ടുപുരാതന മോണുമെന്റ്സിന്റെ ഒക്കെ മൂട് പോയി മാന്തിക്കൊണ്ട് നടക്കാനാണ് ഇപ്പൊ പല ഇന്ത്യൻസിന്റെ ആഗ്രഹം, പല ആൾക്കാരുടെ ആഗ്രഹം. അതിന്റെയൊക്കെ മൂട് മാന്തി അതിന്റെയൊക്കെ അടിയിൽ എന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനു വേണ്ടിയിട്ട് സമയം കളയുക. ഈവൻ ഒരു രാജ്യത്തിന്റെ മനസ്സിലാക്കേണ്ടത്, ഇത്രയധികം പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യത്തില് സുപ്രീം കോടതിയിൽ എന്തൊക്കെ തീരുമാനങ്ങൾ വേറെ എടുക്കാനുണ്ടാകും, എന്തൊക്കെ കേസുകൾ ഉണ്ടാകും. പരമോന്നത ബഹുമതികളോടുകൂടി പരമോന്നതമായിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ട അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത്, ലോ ഡെവലപ്പ് ചെയ്യേണ്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നല്ല രീതിയിലാണോ നടക്കുന്നത്, നമ്മുടെ ലോസ് എല്ലാം കൃത്യമായിട്ടാണോ നടക്കുന്നത് എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ആൾക്കാരാണ് ഈ സുപ്രീം കോടതിയിൽ ഇരിക്കുന്നതേ. അപ്പോൾ അവരെയും കൂടി പോയി ബുദ്ധിമുട്ടിക്കുകയാണ്. അപ്പൊ അവർക്കിപ്പോ പള്ളികളുടെ അടിയിൽ അമ്പലമാണോ, മോണുമെന്റ്സിന്റെ അടിയിൽ അമ്പലമാണോ എന്നൊക്കെ കണ്ടുപിടിക്കലാണ് ഇപ്പൊ സുപ്രീം കോടതിയിൽ ഇരിക്കുന്നവർക്കും കൂടി പണി. അവരെയും കൂടി അങ്ങ് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു കഷ്ടമാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. കണ്ണ് തുറന്ന് നോക്കടെ ഈ ലോകം ഏതൊക്കെ രീതിയിലേക്ക് മാറിയെന്ന്. പണ്ട് എന്തോ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മളിപ്പോ നോക്കുമ്പോൾ അത് താജ്മഹലാണ്. അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കി മൂട് മാന്തി അവിടെയും കൂടി ഇനി ഒരു അമ്പലം പണിയണമെന്നാണോ ഇവരുടെയൊക്കെ ലക്ഷ്യം? ഒരമ്പലം പണിഞ്ഞു, അയോധ്യ രാമക്ഷേത്രം. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു കറുത്ത ഏടായിട്ടാണ് കണക്കാക്കുന്നത് അവിടെ നടന്ന സംഭവങ്ങളും പ്രശ്നങ്ങളും എല്ലാം. ഓക്കെ, ഫൈൻ. ഇപ്പോഴത്തെ കാലത്ത് അവിടെ ഒരു അമ്പലം പണിഞ്ഞിട്ടോ? കോടിക്കണക്കിന് രൂപ മുടക്കി ആ ഒരു അമ്പലം പണിഞ്ഞിട്ട് അവിടെ വന്ന കോടിക്കണക്കിന് സ്വത്തുക്കൾ വല്ലവന്മാരും അടിച്ചുകൊണ്ട് പോയി. അതിനെ പറ്റിയിട്ടൊന്നും പരിഹരിക്കാനൊന്നുമില്ലേ? ഈ രാജ്യത്ത്, ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്ത് എത്ര ലക്ഷം അമ്പലങ്ങളുണ്ടെന്ന് അറിയാമോ? ഈ അമ്പലങ്ങളൊക്കെ ആദ്യം ഒന്ന് നന്നായിട്ട് നടപ്പിലാക്കുക. ഇത്രയും അമ്പലങ്ങൾ ഇരുന്നാൽ പോരെ ദൈവങ്ങൾക്ക് ഇനി പ്രത്യേകിച്ച് അമ്പലങ്ങളൊന്നും പണിഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി പുതിയൊരു അമ്പലം കൂടി പണിഞ്ഞിട്ട് അവിടെ നിന്നും കൂടി വരുന്ന കാശ് അടിച്ചു മാറ്റാനാണോ ഇവരുടെയൊക്കെ ഉദ്ദേശം? ഉള്ള അമ്പലം നല്ല രീതിയിലൊക്കെ ഒന്ന് നടപ്പാക്കുക. കഷ്ടം.
ദൈവം എന്താണ്, ദൈവവിശ്വാസം എന്താണ്, ഈവൻ ഹിന്ദുയിസം എന്താണ്, ഒന്നും അറിയാതെ കുറെ എണ്ണം ഞാൻ ഹിന്ദുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞെളിഞ്ഞു നടപ്പുണ്ട്. ഹിന്ദു എന്താണെന്ന് അറിയാത്ത കുറെ ആൾക്കാർ ഹിന്ദുവാണ് എന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നടപ്പുണ്ട്. അല്ലെങ്കിൽ മതം എന്താണ്, മതവിശ്വാസങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്, മതവിശ്വാസങ്ങൾ എന്തുകൊണ്ടാണ് മനുഷ്യരിലേക്ക്, എന്താണ് മനുഷ്യന് പകർന്നു നൽകുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും അറിയാത്ത കുറെ പൊട്ടന്മാർ ഇതുപോലെ നടപ്പുണ്ട്. അവർക്ക് ഇതുപോലെ ഈ തോണ്ടി ഭൂമി തോണ്ടി അതിന്റെ അടിയിൽ എന്തോ കിടക്കുന്നേ, ശിവലിംഗമാണോ കിടക്കുന്നേ, അല്ലെങ്കിൽ ഏതെങ്കിലും ഇത് കിടപ്പുണ്ടോ എന്ന് നോക്കാൻ മാത്രമാണ് അവരുടെയൊക്കെ ആഗ്രഹം. എന്നാൽ രാജ്യത്തെ പുരോഗതിയിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ തപ്പ്. ഇപ്പൊ ഇവിടെ ഒരു പ്രശ്നം നടന്നു, ഇറാൻ അമേരിക്ക പ്രശ്നം നടന്നപ്പോൾ നമ്മുടെ രാജ്യം പ്രതിസന്ധിയിലായി. എന്തുകൊണ്ടാണ് പ്രതിസന്ധിയിലായത്? നമുക്ക് ഭൂമിയുടെ അടിയിൽ കുഴിച്ചു നോക്കുമ്പോൾ അടിയിലൊന്നും ഇല്ല, അതായത് എണ്ണയോ ഒന്നും ഇല്ല. അപ്പൊ ഈ എണ്ണയൊക്കെ ഉള്ള രാജ്യത്തെ നമ്മൾ ആശ്രയിക്കുന്നു. അപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് പണം കൊടുത്താണ് വാങ്ങിക്കുന്നത്. അങ്ങനെ പണം കൊടുത്ത് വാങ്ങിക്കുന്ന അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു രാജ്യത്തിന് ഹൈലി ഡെവലപ്ഡ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മുടെ രാജ്യത്തെ പുരോഗതിയിലേക്ക് എത്തിക്കുക, ഇവിടെയുള്ള പുതുതലമുറയ്ക്ക് പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുക, പുതിയ കാര്യങ്ങൾ ഡെവലപ്പ് ആകുക, നമ്മുടെ രാജ്യം സ്വയം പര്യാപ്തത കൈവരിക്കുക, അത് സെൽഫായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള കേപ്പബിലിറ്റിയിലേക്ക് നമ്മുടെ രാജ്യത്തെ ഉയർത്തിക്കൊണ്ടുവരിക. ഇതൊക്കെയാണ് നമ്മൾ വറി ചെയ്യേണ്ട കാര്യം. ഇനിയുള്ളൊരു ലോകത്ത് ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ നമ്മൾ വറി ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്. ഈ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി, ഹിന്ദുവിന്റെ അമ്പലം, മുസ്ലിമിന്റെ അമ്പലം, അല്ലെങ്കിൽ മുസ്ലിമിന്റെ പള്ളി, ക്രിസ്ത്യാനികളുടെ പള്ളി, അത് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് പള്ളി അമ്പലവും പണിഞ്ഞുകൊണ്ട് നടക്കാതെ നമ്മൾ വിചാരിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ കൺസേൺ ആകേണ്ട കാര്യം ഇതാണ്. ലോകശക്തിയിൽ ഒന്നായിട്ട് ഇന്ത്യ ഡെവലപ്പായി മാറി എന്ന് വെറുതെ പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മൾ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഇന്ത്യയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ വാഗ്ദാനങ്ങൾ ആരാണ്? അവിടുത്തെ യങ് ജനറേഷൻ ആണല്ലേ. പക്ഷെ ഇവിടുത്തെ യങ് ജനറേഷൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യങ് ജനറേഷൻ പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പല രാജ്യങ്ങളിലേക്കും പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജോലി തേടി. ഇവിടെ ജോലി കൊടുക്കാനില്ല. ഈ വളർന്നു വരുന്ന ഈ തലമുറയ്ക്ക് ജോലി കൊടുക്കാനില്ല. നമ്മൾ സ്വയം പര്യാപ്തത കൈവരിച്ചിട്ടില്ല. പല കാര്യത്തിനും നമ്മൾ പിന്നോട്ടാണ് നിൽക്കുന്നത്. പല കാര്യത്തിനും നമ്മൾ മറ്റു രാജ്യങ്ങളെയാണ് ആശ്രയിക്കുന്നത്. അപ്പൊ സ്വയം പര്യാപ്തത കൈവരിച്ച് ഇവിടെയുള്ള ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ വേണ്ടി സാധിച്ച് എല്ലാ രീതിയിലും ഒരു ഡെവലപ്മെന്റ് കൈവരിക്കുക, ആ രാജ്യ പുരോഗതിക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ ആയിരിക്കണം നമ്മളുടെ ലക്ഷ്യം. അല്ലാതെ ഏതെങ്കിലുമൊക്കെ പുരാതനമായിട്ടുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പുരാതനമായിട്ടുള്ള ഇതുപോലത്തെ മോണുമെന്റ്സിന്റെ ഒക്കെ അടി തോണ്ടി അവിടെ എന്താ കിടക്കുന്നു, അവിടെ പണ്ട് അമ്പലം ഉണ്ടായിരുന്നോ, പള്ളി ഉണ്ടായിരുന്നോ എന്നൊക്കെ നോക്കിക്കൊണ്ട് നടന്ന് അവിടെ പുതിയ പള്ളിയും അമ്പലവും പണിഞ്ഞ് ഇങ്ങനെ അങ്ങ് നടക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലുകയാണ്. എൻ്റെ മതമാണ് വലുത്, അല്ല എൻ്റെ മതമാണ് വലുതെന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലാനാണ് ഇപ്പം നമ്മുടെ രാജ്യത്തുള്ള യങ് ജനറേഷന് വരെ ആഗ്രഹം. നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്ന യങ് ജനറേഷനെ കൂടി ആ രീതിയിൽ വഴി തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് കുറെ പൊട്ടന്മാര്. പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല.